ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമൺ വിത്ത് ലെമൺ ഗാർലിക് ബട്ടർ സോസ്. അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലെമൺ അല്ല, ലൈമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈം ഗാർലിക് ബട്ടർ സോസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ലെമൺ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലൈം യൂസ് ചെയ്യുന്നത്. പർപ്പസ് ഏകദേശം സെയിം ആണ്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ വ്യത്യാസം വരുന്നത് ലൈം ആകുമ്പോൾ കുറച്ചും കൂടി ബിറ്റേഴ്സ് ഫീൽ ആയിരിക്കും, പിന്നെ ലെമൺ ആകുമ്പോൾ കുറച്ച് സ്വീറ്റ് ആയിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. വല്ലാതെ സ്വീറ്റ് അല്ല, ഒരു കമ്പാരിറ്റീവ്ലി ലൈം ആൻഡ് ലെമൺ നോക്കുമ്പോൾ ഒരു ബിറ്റർ ആൻഡ് സ്വീറ്റാണ് വ്യത്യാസം വരുന്നത്. പിന്നെ സാമൻ മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ആ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കളയാതെ അതിന് കളയാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് സിമ്പിൾ മാരിനേഷനാണ്. സാമൻ എപ്പോഴും എന്ത് റെസിപ്പി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കാണാം, ഭയങ്കര സിമ്പിൾ മാരിനേഷനാണ്. നമ്മളുടെ ഫുൾ സ്പൈസസ് ഒന്നും ഇട്ടിട്ട് ചില്ലി പൗഡറും മറ്റേ മസാല ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പെപ്പർ, സോൾട്ട്, ടെർമറിക് പൗഡർ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു കളറിന് പാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെർമറിക് പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ പാൻ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ പാൻ ഫ്രൈയിലോട്ട് നമ്മൾ ആദ്യം തന്നെ ബട്ടർ ആഡ് ചെയ്തു. പാനൊന്ന് ചൂടായതിന് ശേഷം ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഞാൻ ഓയിലും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ആകും. ബട്ടർ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ചോപ്ഡ് ഓണിയൻസും ഗാർലിക്കും ചില്ലിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ആഡ് ചെയ്തുള്ളൂ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി. നല്ലൊരു ഓണിയൻ സോട്ടാവുന്നതിൻ്റെയും ഗാർലിക് സോട്ടാവുന്നതിൻ്റെ ഒരു സ്മെല്ല് നല്ലതാണ്. നമുക്കിതിന് ശേഷം ഈ സെയിം പാൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോസ് ഉണ്ടാക്കാനും. അപ്പോൾ ഈ ഒരു സ്മെല്ല് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലും ഫ്ലേവറും തരും നമുക്ക്. പിന്നെ സാമൻ തിരിച്ചും മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭംഗി പോകും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സാധനം കുക്കായി കിട്ടും. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് ടോങ്ങൊക്കെ വെച്ച് അടിയിൽ കൂടെ വേറൊരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് മറിച്ചൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചത്. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, എടുക്കുമ്പോൾ പൊട്ടാതെ നോക്കുക, എന്നാലേ പ്ലേറ്റിങ്ങിനൊക്കെ നല്ല രസം ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ സാമൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു വെൽഡൺ ടൈപ്പിലാണ് കുക്ക് ചെയ്യാറ്. കാരണം എനിക്കിങ്ങനെ മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. മീഡിയം ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് മീഡിയം ആയിട്ട് കുക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് വെൽഡനായിട്ട് കുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. സോ അങ്ങനെ പ്ലേറ്റിലോട്ട് നല്ല രീതിയിൽ മൊരിഞ്ഞൊരു സാമനായിട്ട് ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വേറെ പാൻ യൂസ് ചെയ്യേണ്ട. അതിലെ സോസും സോട്ടായിട്ടുള്ള ഓണിയൻസും ഗാർലിക്കും ചില്ലീസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഓണിയൻസും ഗാർലിക്കും ചില്ലിയും നമ്മൾ ആ പാനിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ ക്രീമാണ്. സിംഗിൾ ക്രീം യൂസ് ചെയ്യാം. ഡബിൾ ക്രീം ആകുമ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ട പോലെ വെള്ളം ആഡ് ചെയ്താൽ മതി. അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോൾ തിക്നെസ് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ക്രീം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അത് വെച്ചതിന് ശേഷം ഒന്ന് ബോയിലാക്കി എടുക്കുക. ചെറിയൊരു ചൂടിൽ, ചെറിയ തീയിൽ വേണം ചൂടാക്കി എടുക്കാൻ. കാരണം അതല്ലാണ്ട് ബോയിലായി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു എന്താ പറയുക, കാണാനൊരു ലുക്കില്ലാത്ത പോലെയാവും. എപ്പോഴും ഒരു ഫ്ലാറ്റായിട്ടിരിക്കണം ക്രീം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സാമൻ പ്ലേറ്റിലോട്ട് ചെയ്യുമ്പോൾ ഈ ക്രീം സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൻ കറക്റ്റ് ആ സോസിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഈ ക്രീം എത്തിപ്പിടിക്കും. അപ്പോൾ കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്കധികം സോസ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇങ്ങനെയാണ് താല്പര്യം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകും, സൈഡിൽ തരും സോസ്. അപ്പോൾ അങ്ങനെ സൈഡിൽ തരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ കെച്ചപ്പൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് സാമൻ്റെ പീസ് അതിലോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഈ സോസ് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാമൻ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് കഴിഞ്ഞൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചൂടിൽ 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് സാധനം റെഡിയാണ്. അപ്പോൾ എല്ലാ ഈ ഡിഷൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ പ്ലേറ്റിംഗ് ചെയ്യുന്നതിൻ്റെ സമയമാണ്. പ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സോർട്ടഡ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഗംഭീരമാക്കി പ്ലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടാണ് അത് എന്താ പറയുക അഭിപ്രായം പറയുന്നത്, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത്. അതിൻ്റെ ഒരു പോർഷൻ ഈ വീഡിയോയുടെ അവസാനം ഉണ്ട്, എൻ്റെ ഫ്രണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ശുഭദിനം. ബൈ ബൈ. Looks nice, by the way.
Lovely. Thank you. What do you say it in your language? This one. Adipoli. Adivoli. Thank you. How is the sauce? Is it nice? It's so creamy. It's so tender, so tasty. Lovely. Thank you so much. 10 out of 10. അപ്പോൾ നമ്മളുടെ ലെമൺ ഗാർലിക് ബട്ടർ സോസിൽ ഉണ്ടാക്കിയ സാൽമൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു വൈൻ പെയറിംഗ് വീഡിയോ ഞാൻ വേഗം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പിന്നെ കാണാം. ബൈ ബൈ.